Good evening, and I greet you all once again in our Savior's matchless name. നമ്മുടെ കർത്താവിന്റെ ധന്യമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. It's a privilege for me to be here during this convention and to minister the word of God along with God's servants here. ഇവിടെയുള്ള ദൈവദാസന്മാരോട് ചേർന്ന് ഈ കൺവെൻഷനിൽ ഒരു പ്രാവശ്യം കൂടെ സംബന്ധിക്കുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. I trust this year's convention will be a great blessing to every one of us who are participating. ഈ കൺവെൻഷൻ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. The word of God is never outdated. It keeps working again and again in the lives of his people. ദൈവവചനം ഒരിക്കലും അത് മാറ്റമില്ലാത്തതാണ്. ഇന്നും ദൈവജനത്തിന്റെ ഹൃദയത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. We were listening to a powerful message through the servant of God. കർത്താവിന്റെ ദാസനിലൂടെ വളരെ ശക്തമായ സന്ദേശം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. To whom has the arm of the Lord been revealed? ദൈവത്തിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? And the Lord's servant was very clearly mentioning it is our Lord Jesus Christ who is the arm of the Lord. ദൈവത്തിന്റെ ഭുജം എന്നുള്ളത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണെന്നുള്ളത് കർത്തദാസൻ വളരെ വ്യക്തമായിട്ട് ഇന്ന് രാത്രി നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. To continue our meditation for a little more while, we will turn our attention to the Gospel according to John and chapter 15. തുടർന്നുള്ള ദൈവവചന ധ്യാനത്തിനായിട്ട് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. We will read verse 9 and 10 of John's Gospel, chapter 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. As the Father loved me, I also have loved you. Abide in my love. If you keep my commandments, you will abide in my love, just as I have kept my Father's commandments and abide in his love. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. As the Father has loved me, I have loved you. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. We were considering to whom has the arm of the Lord been revealed. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആർക്കാണ് ദൈവത്തിന്റെ ഭുജം വെളിപ്പെട്ടത്. And through the book of Isaiah we were considering how the Lord Jesus Christ was manifested. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ എങ്ങനെയാണ് വെളിപ്പെട്ടത് എന്നുള്ളത് നാം ചിന്തിക്കുകയായിരുന്നു. And when the Lord Jesus Christ appeared being the arm of the Lord on the face of the earth, ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ ഭുജമായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെട്ടു. the next thing what he did is he revealed the love of God through him. അതിനുശേഷം താൻ ചെയ്തത് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. And this evening I would like to title this message as the Father's love. ഇന്ന് രാത്രിയിൽ എന്റെ സന്ദേശത്തിന് തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പിതാവിന്റെ സ്നേഹം എന്നുള്ളതാണ്. The Lord Jesus Christ is God, there is no doubt, the creator of everything. യേശുക്രിസ്തു ദൈവമാണ്, സകലത്തിന്റെ സൃഷ്ടിതാവാണെന്നുള്ള യാതൊരു സംശയവുമില്ല. We do not believe in 2 or 3 different gods, but we believe only in one single God. നാം 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. And we see God himself has manifested in the body through the Lord Jesus Christ. ദൈവം തന്നെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. And he is presented to the world as the Son of God. അവൻ ഈ ലോകത്തിൽ ദൈവപുത്രനായിട്ടാണ് പരിചയപ്പെടുത്തിയത്. And if he has to be titled and called as a son of God, he needs to have a father. അവൻ ഈ ലോകത്തിൽ ദൈവപുത്രനായിട്ട് ദൈവത്തിന്റെ മകനായിട്ട് വെളിപ്പെട്ടു. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുകയാണ്. Father is the one who causes the birth of a person. പിതാവായ ദൈവമാണ് തന്റെ ജനനത്തിന് കാരണമായി തീർന്നത്. Therefore it is God who caused the birth of the Son Jesus Christ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ കാരണക്കാരൻ എന്ന് പറയുന്ന പിതാവായ ദൈവമാണ്. And the relationship in the Trinity of God, യേശുക്രിസ്തുവും ദൈവവുമായിട്ടുള്ള ബന്ധം, this is something everlasting from the beginning. അത് ആരംഭത്തിൽ തന്നെ നിത്യതയിൽ തന്നെ ഉള്ളതാണ്. The Bible also titles him as the everlasting Father. അതുകൊണ്ടാണ് നിത്യനായ ദൈവം എന്ന ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. The name everlasting Father has been given to the Son who was to be born according to the book of Isaiah. നിത്യനായ ദൈവം തന്റെ പുത്രനെ യെശയ്യാ പ്രവചനത്തെ നിവർത്തിയായിട്ട് ഈ ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ട് അയച്ചു. And we will also see him as the Son. അതുപോലെ തന്നെ അവനെ പുത്രൻ എന്ന് നാം വിളിക്കുന്നു. Ultimately we see the sum is the same, the Son and the Father are one. നാം അവസാനമായിട്ട് കാണുന്നത് പുത്രനും ദൈവവും പിതാവും ഒന്നു തന്നെയാണ്. Now here the Lord Jesus Christ says, I have loved you as my Father has loved me. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. Ultimately it is God the Father who has loved the mankind. ആത്യന്തികമായിട്ട് പിതാവായ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. But if God, the unseen God, the invisible God who sits in heaven
tries to love mankind, അദൃശ്യനായ ദൈവം, സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവം ഈ ഭൂമിയിലുള്ള മനുഷ്യനെ സ്നേഹിക്കുന്നു. man can only feel it, but he cannot understand or understand it fully. മനുഷ്യന് അത് അനുഭവിക്കുവാൻ കഴിയും, എന്നാൽ പൂർണ്ണമായി അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. That love is not tangible for man, that love is not visible for man. മനുഷ്യന് വ്യക്തമായിട്ട് കാണുവാൻ കഴിയാത്ത നിലയിലുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം. When God wanted to manifest his love to the mankind, എന്നാൽ ദൈവം തന്റെ സ്നേഹം മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. he wanted to present it in such a way that man can fully understand the concept of God's love. ദൈവത്തിന്റെ സ്നേഹം വളരെ വ്യക്തമായി മനുഷ്യവർഗത്തിന് മനസ്സിലാകണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. Man may experience it, man may touch it, man may feel it. മനുഷ്യനത് അനുഭവിക്കണം, മനുഷ്യനത് സ്പർശിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. Man may have a visible evidence to understand the love of God. ദൈവത്തിന്റെ സ്നേഹം വ്യക്തമായ തെളിവായി മനുഷ്യന്റെ മുമ്പിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. That is why the loving God took the form of a man and came down to this world. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി. And he took the title upon himself as the Son of God. അതുകൊണ്ട് ദൈവപുത്രൻ എന്നുള്ളതായിരിക്കുന്ന പേരോടുകൂടെ അവൻ ഈ ലോകത്തിലേക്ക് ജന്മമെടുത്തു. And when he is telling here in John's Gospel chapter 15 about the love of God, ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുമ്പോൾ, I will love you as the Father loved me. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. In other words, he is revealing the same love that God has for his creation. അതിന്റെ അർത്ഥം എപ്രകാരമാണോ പിതാവിന്റെ സ്നേഹം ഈ സൃഷ്ടിയോടുള്ളത്, അതുപോലെ തന്നെ തന്റെ സ്നേഹവും ഈ സൃഷ്ടിയോടുണ്ട്. Without a visible evidence, if we keep on telling about the love of God, നമുക്ക് വ്യക്തമായ തെളിവില്ലാതെ ദൈവസ്നേഹത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും we may not understand the complete concept of that love. ആ സ്നേഹത്തിന്റെ ആശയം പൂർണ്ണമായി ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുകയില്ല. But here is Jesus Christ who came down to this world. എന്നാൽ ഇവിടെ ഇതാ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. Even though he was God, he lived as a man. അവൻ ദൈവമായിരുന്നെങ്കിലും മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചു. Even though he is the creator, he was living like a creation. അവൻ സൃഷ്ടിതാവാണെങ്കിലും സൃഷ്ടിയോടുകൂടെ അവൻ ഈ ലോകത്തിൽ ജീവിക്കാനിടയായി. He humbled himself so much. അവൻ അത്രമാത്രം തന്നെത്താൻ താഴ്ത്തി. And ultimately manifested the love of God on the cross of Calvary. ആത്യന്തികമായിട്ട് കാൽവറിയിലെ ക്രൂശിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തി. Today man has an evidence of love of God. ദൈവസ്നേഹത്തിൽ നിന്ന് വ്യക്തമായ തെളിവ് ഉണ്ട്. The love of God is a historical factor today. ദൈവസ്നേഹം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. Man can turn back to the pages of the history and realize there was a truth of the love of God. മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോയി ദൈവസ്നേഹത്തിന്റെ വ്യക്തമായ തെളിവുകൾ മനസ്സിലാക്കുവാൻ കഴിയും. And God, the Lord Jesus Christ is telling here, കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, just as my Father loved me, I will love you. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. When the Lord Jesus Christ was born on the face of the earth, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ it was difficult for the people to understand that he is God himself. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. Will he be able to love mankind as God the Father is loving? ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. He is after all an ordinary human being. കാരണം അവൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. Just a son of a carpenter. ഒരു ആശാരിയുടെ മകനായിട്ട് ജനിച്ചു. The family, a family who were not very well to do or rich in the world. ഈ ലോകത്ത് ധനികനല്ലാത്ത സാധാരണക്കാരായ ഒരു കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. Can he love the mankind to the extent that God is able to love? ആ നിലയിൽ ദൈവസ്നേഹത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? Therefore the Lord Jesus Christ is assuring to his disciples, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, as the Father has loved me, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ, the same love that God has, അതായത് ദൈവത്തിനുള്ള അതേ സ്നേഹം തന്നെ, the same love that God wants to love the mankind, മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിക്കുവാൻ ആഗ്രഹിച്ച അതേ സ്നേഹം പോലെ, all that man can get through the love of God, ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കാൻ കഴിയുന്ന അതേ സ്നേഹം തന്നെ, every privilege that man can enjoy by the love of God, ദൈവസ്നേഹത്തിൽ നിന്ന് ഏതെല്ലാം അനുഗ്രഹങ്ങൾ മനുഷ്യന് ലഭ്യമാകുമോ അതെല്ലാം തന്നെ, it will be given to you by me. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. It will be given through the Lord Jesus. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. In other words, without the Lord Jesus, അതിന്റെ മറുവശത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ man can never know God. മനുഷ്യന് സ്നേഹത്തെ കുറിച്ച് അറിയാൻ കഴിയില്ല. No one can come to the Father but by me is the word of the Lord Jesus. യേശുക്രിസ്തുവിനെ കൂടാതെ ആർക്കും പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല. And it is he who is telling, as the Father has loved me, I will love you. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, പിതാവ്
എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. Now we know that the Lord Jesus Christ loves us. നമുക്കറിയാം യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. He is love. There is no doubt about that. യേശുക്രിസ്തു സ്നേഹമാണ്, അതിന് യാതൊരു സംശയവുമില്ല. When he is talking to his disciples here, ഇവിടെ ഇതാ കർത്താവിന്റെ ശിഷ്യന്മാർ, he loved them so much. അവരെ അവൻ സ്നേഹിച്ചു. In John's Gospel chapter 13 and verse 1 we read like this. യോഹന്നാന്റെ സുവിശേഷം 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, Having loved his own, he loved them to the end. അവൻ അവരെ അന്ത്യത്തോളം സ്നേഹിച്ചു എന്നാണ്. He loved them to the full extent that he can. അവന് സ്നേഹിക്കുവാൻ കഴിയുന്നതിന്റെ അത്യന്തപരമായിട്ട് അവരെ സ്നേഹിച്ചു. The fullness of the divine love was given, poured out to those disciples. ആ ദൈവിക സ്നേഹം സമ്പൂർണ്ണമായി തന്റെ ശിഷ്യന്മാരിന്മേൽ അവൻ ചൊരിയുകയുണ്ടായി. It is only because of that love he rose from the crowd, went and washed the feet of his disciples in that chapter. ആ സ്നേഹത്തിന്റെ ആഴമാണ് ആ അധ്യായത്തിൽ തന്നെ കാണുന്നത്. തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ അവൻ നിർബന്ധിതനായി. As the Father has loved me, I will love you. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. Beloved, this evening if we have to understand the love of the Lord Jesus, ഇന്ന് രാത്രിയിൽ ആ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ we first of all need to understand the love of God the Father himself. ആദ്യമായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെ, പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെ മനസ്സിലാക്കണം. In 1 John chapter 4 and verse 16, the Bible says God is love. 1 യോഹന്നാൻ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. God is love. ദൈവം സ്നേഹമാകുന്നു. When Bible says God is love, വേദപുസ്തകം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ it is showing for the quality of God. അത് ദൈവത്തിന്റെ ആ യോഗ്യതയെ വെളിപ്പെടുത്തുകയാണ്. One of the most inseparable quality of God is love. ദൈവത്തിന് മാറ്റിക്കൂടുവാൻ കഴിയാത്ത സ്വഭാവമാണ് സ്നേഹം എന്നുള്ളത്. You look at God from any angle, you will see love in him. ദൈവത്തെ ഏത് കോണിലൂടെ നാം ശ്രദ്ധിച്ചാലും ആ സ്നേഹം കാണുവാൻ കഴിയും. You experience God in any way, you will see the love in him. ദൈവത്തെ ഏതെല്ലാം നിലയിൽ നാം അനുഭവിച്ചാലും അവിടെയെല്ലാം ദൈവസ്നേഹം കാണുവാൻ കഴിയും. You look at God, you will see only love. നാം ദൈവത്തിലേക്ക് നോക്കിയാൽ സ്നേഹം മാത്രമേ കാണുകയുള്ളൂ. That is why the Bible says God is love. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ദൈവം സ്നേഹമാകുന്നു. We need to understand that God is love means that love is the quality but not the person. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ